ഹായ്, എല്ലാവർക്കും ശ്രീസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീസ് ഫുഡ്സിൽ തയ്യാറാക്കുന്നത് ഒരു മീൻകറിയാണ്. അതെ, നല്ല ഒന്നാന്തരം കുടംപുളി ഇട്ട് വെച്ച മീൻകറി. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് നോക്കാം. നല്ല ദശയുള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മീൻകറി നല്ല സ്വാദുള്ളൊരു മീൻകറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്തായാലും ഇന്ന് ശ്രീസ് ഫുഡ്സിലൂടെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. നിങ്ങളുടെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതൊരു 1/2 കിലോ മീനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതെന്ന് പറയുന്നത് കുടംപുളി തിളപ്പിച്ച് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ എണ്ണ വേണം, ഞാൻ പറയാം. ഇതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉപ്പും വേണം. നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. അതിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അങ്ങനെ ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ്. അതൊന്ന് ഉരുകിയപ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ആ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വഴറ്റാം. ഇതിലിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട പൊടികൾ മല്ലി, മുളക്, മഞ്ഞൾ. ഇപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ എരിയും കുറവാണ്, നല്ല കളറും ഉണ്ടാവും. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുകൊണ്ട് 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത് ചെറിയ തീയിൽ, ഫ്ലെയിം കുറച്ചോണം, ചെറിയ തീയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. ശകലം മൂത്ത് വരുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്കിതിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ വെള്ളത്തോടുകൂടെ തന്നെ ഇത് മൂത്ത് കിട്ടണം നമുക്ക്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കുകയും കൂടെ ചെയ്യാം. അടച്ച് വെക്കുമ്പോൾ മസാലകൾ വെന്തോളും. ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് എടുക്കും എണ്ണ തെളിഞ്ഞ് വരാൻ. തെളിഞ്ഞ് മസാല മൂത്ത് കിട്ടാൻ.
ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ മസാല കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പം വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾക്ക്. എണ്ണ ശകലം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതായത് നമ്മുടെ മസാല മൂത്ത് വരുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം. ശകലം കൂടെ ഒന്ന് മൂത്തോട്ട്, ശകലം കൂടെ എണ്ണ തെളിയട്ടെ. നേരം നമുക്കിത് പാകത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ഉലുവാപ്പൊടി ഉണ്ട്, അത് വറുത്ത ഉലുവാപ്പൊടിയാണ്. അതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് സ്വാദനുസരിച്ച് ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കി ഓരോരു ചേർത്തോണം. ഇപ്പം ഞാൻ പുളി ചേർക്കുക. ഞാൻ കുറച്ച് പുളിയുടെ കഷ്ണങ്ങളും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് യോജിപ്പിച്ച് നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിക്കാം. നല്ലതായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് മാത്രം നമുക്ക് മീൻ കഷ്ണം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻകറി അല്ലേ, ലേശം ഉപ്പും പുളിയൊക്കെ പൊടിക്ക് മുമ്പ് നിൽക്കണം. ചുവന്നതിട്ട് പുരട്ടി കഴിക്കാനുള്ളതല്ലേ. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഉലുവാപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ യോജിപ്പിക്കണം. ഉലുവാപ്പൊടി എന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. 1/4 ടീസ്പൂണിൽ കൂടുതലുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഉണ്ട്. ഇപ്പം നല്ലപോലെ തിളക്കട്ടെ. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ച മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകുന്നൊന്നും ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മീനിനകത്തുനിന്നും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പതുക്കെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ചെറിയ തീയിൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. മീൻ നല്ലപോലെ വെന്ത് കിട്ടും. മീൻ ഒരുപാട് വേഗമുള്ളൊരു കാര്യമല്ല, എന്നാലും അത്രയും നേരമൊക്കെ ഞാൻ വേവിക്കാറുണ്ട്. അത്രയും നേരം ഒന്ന് വെന്ത് കിട്ടട്ടെ. നമ്മുടെ മീനിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് ചാറ് വറ്റാനുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സൂക്ഷിച്ച് ഇളക്കാവുള്ള, മീൻ പൊടിഞ്ഞു പോകരുത്. ശകലം കൂടെ വറ്റാനുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഒന്നും കുഴപ്പമില്ല, എല്ലാം പരുവത്തിനുണ്ട്.
അപ്പോൾ ചാറ് ശകലം കൂടെ ഒന്ന് വറ്റട്ടെ. ഇനിയിപ്പോൾ ഞാൻ അടച്ച് വെക്കുന്നില്ല. നമ്മുടെ മീൻകറിയൊക്കെ പരുവത്തിനായി വരുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തവിയൊന്നും ഇട്ട് ഇളക്കണ്ട. ഇനിയിപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇരുന്നിച്ച് മൺചട്ടി അല്ലയോ, ശകലം കൂടെ ഒന്ന് പറ്റും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശകലം തിള വരും. ലേശം ഒന്ന് തണുത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിൽ കറിവേപ്പില ഇടണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇപ്പോൾ റെഡിയാകും. നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഒരു മസാലപ്പൊടി മൂത്ത് പോകുന്നൊന്നുള്ള പേടി വേണ്ട. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്ന കളറിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള എൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുക. ചട്ടിയിലിരിക്കുന്നുണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻകറി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇന്നത്തേക്കാളും സ്വാദായിരിക്കും നാളെ കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. പുതിയൊരു വിഭവമായി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.